നമ്മുടെ കോഴിക്കോട് ഇടിയങ്ങര പള്ളിന്റെ അവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള മാമുക്കോയ അല്ലെ, അറിയാലോ? അദ്ദേഹത്തിന്റെ പേര് പറയുന്നു ഹിമസി എന്നൊക്കെ പറയാം. പക്ഷെ മാമുക്കോയ നമ്മളെ പേരിൽ അറിയപ്പെടും, നമ്മുടെ നാട്ടിൽ അറിയപ്പെടും. അദ്ദേഹത്തിന്റെ പ്രബോധന രീതി എന്തായിരുന്നു? ഒരിക്കലും അദ്ദേഹത്തിന്റെ മുമ്പിൽ കൂടി ഇങ്ങനെ സാമൂതിരിപ്പാടിന്റെ അടുത്ത് കുറെ പഞ്ചാര ചാക്ക് ഇങ്ങനെ കൊണ്ടുകൊണ്ട് കുറെ ആൾക്കാർ ഏറ്റി കൊണ്ടുപോണ്ട്. ഇതെന്താന്ന് ചോദിച്ചു. എന്താ കൊണ്ടുപോകണത് ചോദിച്ചു. അത് ഉപ്പാണ് പറഞ്ഞു. ഉപ്പ്, തരിയുപ്പ്, കടുത്ത ഉപ്പ് പറഞ്ഞു മാമുക്കോയ. ഈ ഷെയ്ഖവറുകൾ പറഞ്ഞേ അവര് പഞ്ചാരനെ പറ്റിയാണ് ഒരു ഉപ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ മൂപ്പര് വിടുന്നുണ്ട് ഉപ്പ് തന്നെ, കടുത്ത ഉപ്പ്, തരി ഉപ്പ് എന്ന് പറഞ്ഞു. ഇത് മാത്രമേ പറഞ്ഞു. സാമൂതിരിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി പഞ്ചാര ചാക്ക് തുറന്നു നോക്കുമ്പോ ഒക്കെ ഉപ്പ. പഞ്ചാര ചാക്കൊക്കെ ഉപ്പ്. അതോടുകൂടി ഈ സംഭവം പറഞ്ഞവര് ഇങ്ങനെയൊക്കെ ഞങ്ങളെ വൈക്ക് ചോദിച്ചപ്പോ ഒരാൾ ചോദിച്ചിരുന്നു. അപ്പൊ ഞങ്ങളത് ഉപ്പ് എന്ന് പറയുന്നു. ഇപ്പൊ അതൊക്കെ ഉപ്പയിക്കണല്ലോ. സാമൂതിരി നഗ്നപാതനായി കേട്ടോ, ചെരുപ്പും കൂടി ഇടാതെ അദ്ദേഹത്തിന്റെ സന്നിധിയിൽ വന്നു എന്നിട്ട് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞു. ഈ സംഭവം നാട്ടിലാകെ പ്രചരിച്ചതോടുകൂടി 100 കണക്കിന് ആൾക്കാർ ദീനുൽ ഇസ്ലാമിലേക്ക് വരികയാണ്. ഇതാണ് ഔലിയാക്കന്മാര്. ഇങ്ങനെയാണ് ഔലിയാക്കന്മാര് ദീനുൽ ഇസ്ലാം പ്രചരിപ്പിച്ചിരുന്നത്. ഉദ്ഉ ഇലാ റബ്ബിക്കും അലാ ഗൈരി അൽസിനതിക്കും, നിങ്ങൾ നിങ്ങളുടെ നാക്കിലൂടെയല്ലാതെ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്ന് പറഞ്ഞ വാക്കുകളിലൂടെ എന്നതിനേക്കാൾ പ്രവർത്തനത്തിലൂടെ, മാതൃകകളിലൂടെ, അത്ഭുത സിദ്ധികളിലൂടെ ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം ദീനിലേക്ക് കേരളത്തിൽ അതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗത്തും വന്നത്.